ഫുട്ബോൾ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് പോർച്ചുഗലിന്റെയും ലിവർപൂളിന്റെയും സൂപ്പർ താരമായിരുന്ന ഡിയോഗോ ജോട്ട ഇന്നു പുലർച്ചെ സ്പെയിനിൽ വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. വെറും 28 വയസ്സിൽ തന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ഈ യുവപ്രതിഭയെ മരണം തട്ടിയെടുത്തത്. ഫുട്ബോൾ മൈതാനത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോട്ടയുടെ ജീവിതത്തിലേക്കും അദ്ദേഹം കളിച്ച ക്ലബ്ബുകളിലേക്കും നേടിയ നേട്ടങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം. 1996 ഡിസംബർ 4 പോർച്ചുഗലിലെ മസാരിയോസിൽ ജനിച്ച ഡിയോഗോ ജോസ് ടെയ്സേറ ഡാ സിൽവ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനോടുള്ള തന്റെ അഭിനിവേശം പ്രകടിപ്പിച്ചു. പോർച്ചുഗലിലെ പ്രാദേശിക ക്ലബ്ബുകളിലൂടെ ഫുട്ബോൾ പഠിച്ച ജോട്ട പാസോസ് ഡി ഫെരീര എന്ന ക്ലബ്ബിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 2014 സീനിയർ ടീമിനായി കളിക്കാൻ തുടങ്ങിയ അദ്ദേഹം തന്റെ മികച്ച പ്രകടനങ്ങളിലൂടെ യൂറോപ്പിലെ വലിയ ക്ലബ്ബുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2016 സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ജോട്ടയെ സ്വന്തമാക്കി. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോടൊപ്പം ഒരു ഔദ്യോഗിക മത്സരം പോലും കളിക്കാതെ 2016-17 സീസണിൽ പോർച്ചുഗലിലെ പ്രമുഖ ക്ലബ്ബായ പോർട്ടോയിലേക്ക് ലോൺ വ്യവസ്ഥയിൽ പോയി. പോർട്ടോയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോട്ട 2017-18 സീസണിൽ ഇംഗ്ലീഷ് ക്ലബ്ബായ വോൾവർഹാംപ്റ്റൺ വാണ്ടറേഴ്സിലേക്ക് ലോൺ വ്യവസ്ഥയിൽ എത്തി. വോൾവർഹാംപ്റ്റണിൽ ജോട്ടയുടെ കരിയർ ഒരു വഴിത്തിരിവായി. ചാമ്പ്യൻഷിപ്പിൽ ടീമിനെ പ്രീമിയർ ലീഗിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. 2018 വോൾവർഹാംപ്റ്റൺ ജോട്ടയെ സ്ഥിരമായി സ്വന്തമാക്കി. പ്രീമിയർ ലീഗിൽ വോൾവർഹാംപ്റ്റണായി 131 മത്സരങ്ങളിൽ നിന്നും 44 ഗോളുകൾ നേടി. തന്റെ വേഗതയും മികച്ച ഫിനിഷിംഗും മികവും ടീമിന് ആവശ്യമുള്ള സമയത്ത് ഗോളുകൾ നേടാനുള്ള കഴിവും അദ്ദേഹം തെളിയിച്ചു. ഇത് അദ്ദേഹത്തെ പ്രീമിയർ ലീഗ് ആരാധകരുടെ പ്രിയങ്കരനാക്കി. 2020 സെപ്റ്റംബറിൽ പ്രീമിയർ ലീഗിലെ പ്രബലരായ ലിവർപൂൾ FC 45 മില്യൺ യൂറോയ്ക്ക് ഡിയോഗോ ജോട്ടയെ സ്വന്തമാക്കി.